ദുൽഖർ സൽമാൻ മൂവിയായ ഐ ആം ഗെയിം, കാന്ത, അതോടൊപ്പം തന്നെ ചാക്കോച്ചൻ്റെ തിയേറ്ററിൽ അടിപൊളിയായി മുന്നോട്ട് പോകുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൻ്റെയൊക്കെ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫെബ്രുവരി 20 തിയേറ്ററിലെത്തിയ ചാക്കോച്ചൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇന്ന് 11ാമത്തെ ദിവസം തൻ്റെ രണ്ടാം ഞായറാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രേക്ഷകർക്കിടയിൽ ഇന്നത്തെ ഈ ഒരു ചിത്രത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബുക്ക് മൈ ഷോ ആപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. മണിക്കൂറിൽ 4000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അതും 11ാമത്തെ ദിവസം മാത്രമല്ല, നോമ്പ് കാലവും ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മലബാർ മേഖലയിൽ ബുക്കിങ്ങിൽ ചെറിയ ഇടിവെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ സിനിമയ്ക്ക് മറ്റൊരു പ്ലസ് പോയിന്റും കൂടെ ഉണ്ട്. എമ്പുരാൻ മൂവി മാർച്ച് 27-നാണല്ലോ തിയേറ്ററിൽ എത്തുന്നത്. ആ ഒരു മൂവി വരുന്നത് വരെ പ്രധാനമായിട്ടും ഒരു ക്ലാസ് റിലീസായിട്ട് ശക്തനായിട്ടുള്ള ഒരു എതിരാളി ഇല്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ കൂടെ റിലീസായ സിനിമകൾക്കൊന്നും വലിയ അഭിപ്രായം ഉണ്ടാവാതെ പോയതും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന് വലിയൊരു അഡ്വാൻറ്റേജായി തീർന്നിരിക്കുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ ഒരു ചിത്രം എന്തായാലും നേടുമെന്നുള്ളതും വ്യക്തമായിരിക്കുന്നു. DQ40 എന്ന് പറയുന്ന താൽക്കാലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നെഹാസ് ഹിദായത്ത് മൂവിയുടെ പേര് ഇന്നലെ പുറത്തു വന്നല്ലോ. ഐ ആം ഗെയിം എന്നാണ് സിനിമയുടെ പേര്. ആക്ഷന് പ്രാധാന്യം കൊടുത്ത് എല്ലാവിധ ചേരുവകളും ചേർത്ത ഒരു അടിപൊളി എന്റർടൈനർ സിനിമ തന്നെയായിരിക്കും ഐ ആം ഗെയിം. വമ്പൻ താരനിരയാണ് സിനിമയിൽ അണിനിരക്കുന്നത്. DQവിന്റെ കൂടെ കതിർ, മിഷ്കിൻ, പ്രിയങ്ക മോഹൻ, ആന്റണി പെപ്പെ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. DQവിന്റെ തന്നെ വേഫെയറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ഒരു നെഹാസ് ഹിദായത്ത് മൂവി മാർച്ച് പകുതിയോട് കൂടെ ട്രിവാൻഡ്രത്ത് ആരംഭിക്കുമെന്നുള്ള അപ്ഡേറ്റ് ആണ് ഒടുവിലായിട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് പൂർത്തിയായ ദുൽഖർ സൽമാൻ മൂവിയാണല്ലോ കാന്ത. മെയ് മാസം ഈ ഒരു മൂവി തിയേറ്ററിൽ എത്തുമെന്നുള്ള ഒരു അപ്ഡേറ്റ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇതാ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ ഒരു മൂവി ജൂലൈ മാസത്തിൽ DQവിന്റെ ബർത്ത്ഡേ ദിനത്തിൽ തിയേറ്ററിൽ എത്തുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് ശരിയായ റിലീസ് ഡേറ്റ്. കാരണം ഏപ്രിൽ മെയ് മാസത്തിൽ ഒട്ടനവധി വമ്പൻ സിനിമകളാണ് തിയേറ്ററിൽ എത്തുന്നത്. അതിനിടയിൽ കാന്ത എന്ന് പറയുന്ന ചിത്രത്തിന് കേരളത്തിൽ സ്ക്രീന് കാര്യങ്ങളെല്ലാം കുറഞ്ഞു പോകും. വേൾഡ് വൈഡ് നോക്കുന്ന സമയത്ത് പാൻ ഇന്ത്യൻ സിനിമയായതുകൊണ്ട് തന്നെ അത്യാവശ്യം കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടാൻ സാധിക്കുമെങ്കിലും ജൂലൈ മാസം തന്നെയാണ് സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഡേറ്റ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, ബൈ.